ലോ വേഴ്സസ് അറിവുകൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയുവാൻ പോകുന്നത് MSMEകളിൽ നിന്ന് പർച്ചേസ് നടത്തിയതിൻ്റെ പേയ്മെൻറ്റ് ഡ്യൂ ഡേറ്റിൽ കൊടുക്കാതെ വന്നാൽ ഉണ്ടാവുന്ന നഷ്ടവും അധിക പലിശയും കുറിച്ചാണ്. 2023 കേന്ദ്ര സർക്കാർ ഇൻകം ടാക്സ് നിയമത്തിലെ 43BH എന്ന വകുപ്പിലൂടെയാണ് ഈ മാറ്റം വരുത്തിയത്. 2024 ഏപ്രിൽ മുതൽ ഈ മാറ്റം പ്രാബല്യത്തിൽ വരുന്നു. കേന്ദ്ര സർക്കാർ 2006 ഇറക്കിയ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് ഡെവലപ്മെൻറ്റ് ആക്ട് അഥവാ MSMED ആക്ട് പ്രകാരം ബിസിനസ് സ്ഥാപനങ്ങൾ മൈക്രോ ആൻഡ് സ്മോൾ എൻ്റർപ്രൈസസുകളിൽ നിന്നും വാങ്ങിക്കുന്ന ഗുഡ്സ് അല്ലെങ്കിൽ സേവനത്തിനുള്ള പേയ്മെൻറ്റ് നിശ്ചിത കാലാവധിക്കുള്ളിൽ നടത്തിയിട്ടില്ലെങ്കിൽ അപ്രകാരമുള്ള പർച്ചേസസ് എമൗണ്ട് സാമ്പത്തിക വർഷത്തെ കണക്കിലെ ചിലവായി കണക്കാക്കുകയില്ല. അതായത് ലാഭനഷ്ട കണക്ക് ഉണ്ടാക്കിയതിന് ശേഷം ITR ഫയൽ ചെയ്യുന്ന സമയത്ത് തിട്ടപ്പെടുത്തിയ ലാഭത്തിൻ്റെ കൂടെ നിശ്ചിത സമയത്ത് കൊടുക്കാത്ത പർച്ചേസ് തുകയും കൂടി കൂട്ടിയതിന് ശേഷം വരുന്ന തുകയ്ക്ക് ഇൻകം ടാക്സ് അടയ്ക്കേണ്ടി വരും. ഇതുവഴി കൂടുതൽ നികുതി ബാധ്യത ഉണ്ടാവും. വിൽക്കുന്ന ബിസിനസ് സ്ഥാപനവും വാങ്ങുന്ന സ്ഥാപനവും തമ്മിൽ ക്രെഡിറ്റ് പീരീഡിനെ കുറിച്ച് എഗ്രിമെൻ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഗുഡ്സ് അല്ലെങ്കിൽ സേവനം കിട്ടിയതിന് ശേഷം 15 ദിവസത്തിനുള്ളിൽ പേയ്മെൻറ്റ് നടത്തണം എന്നാണ് നിബന്ധന. വിൽക്കുന്ന ആളും വാങ്ങുന്നയാളും ക്രെഡിറ്റ് പീരീഡിനെ കുറിച്ച് എഗ്രിമെൻ്റ് അഥവാ ഉടമ്പടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അപ്രകാരമുള്ള ക്രെഡിറ്റ് പീരീഡ് 45 ദിവസമായി നിജപ്പെടുത്തിയിട്ടുണ്ട്. മേൽപ്പറഞ്ഞ ആനുകൂല്യം ലഭിക്കണമെന്നുണ്ടെങ്കിൽ വിൽക്കുന്ന സ്ഥാപനം MSMED ആക്ടിലെ നിർവചനത്തിൽപ്പെടുന്നതും ഉദ്യം രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കൈവശം ഉണ്ടായിരിക്കുകയും വേണം. കൂടാതെ മേൽപ്പറഞ്ഞ വിവരങ്ങൾ വാങ്ങുന്നയാളെ രേഖാമൂലം അറിയിച്ചിരിക്കുകയും വേണം. ഏപ്രിൽ 2024 മുതലാണ് ഈ മാറ്റം ബാധകമാകുന്നത്. അപ്രകാരമുള്ള അധിക നികുതിക്ക് പുറമെ പലിശയും നൽകേണ്ടി വരും. നിശ്ചിത തീയതി അഥവാ ഡ്യൂ ഡേറ്റിൽ കൊടുക്കാത്ത തുകയ്ക്ക് RBI നിശ്ചയിച്ച പലിശ നിരക്കിൻ്റെ 3 ഇരട്ടി പലിശ മാസം തോറും കൂട്ടുപലിശ അഥവാ ക്യുമുലേറ്റീവ് ഇൻട്രസ്റ്റ് ആയിട്ട് നൽകേണ്ടി വരും. കൂടാതെ അപ്രകാരം കൊടുക്കുന്ന പലിശ തുക സ്ഥാപനത്തിൻ്റെ ബിസിനസ്സിൽ ചിലവായി കണക്കാക്കുകയുമില്ല. ആദായ നികുതി നിയമത്തിലെ വകുപ്പ് 43BH പ്രകാരമാണ് മേൽപ്പറഞ്ഞവ ബാധകമാകുന്നത്. ഇനി പറയുന്നവർക്ക് ഇത് ബാധകമാവുകയില്ല. 1. ക്യാപിറ്റൽ അസറ്റ്സ് അഥവാ മൂലധന ആസ്തി വാങ്ങിയതിന് ഇത് ബാധകമാവില്ല. 2. ആദായ നികുതി നിയമത്തിലെ വകുപ്പ് 44AD പ്രകാരം വരുമാനം കണക്കാക്കുന്നവർക്കും ഇത് ബാധകമല്ല. 3. മീഡിയം എൻ്റർപ്രൈസസ് എന്ന വിഭാഗത്തിൽപ്പെട്ടവരിൽ നിന്നുള്ള വാങ്ങലുകൾക്കും ഇത് ബാധകമാവില്ല. 4. സാമ്പത്തിക വർഷത്തെ അവസാനത്തെ തീയതി അഥവാ മാർച്ച് 31 പൊസിഷൻ ആണ് ഇതിലേക്കായി കണക്കാക്കുന്നത്. അതായത് മാർച്ച് 31 ശേഷവും ITR ഫയൽ ചെയ്യുന്ന ഡേറ്റ് മുൻപായി നടത്തിയ പേയ്മെൻറ്റ്സിന് ഈ കിഴിവ് ലഭിക്കുകയില്ല. അപ്രകാരം നടത്തുന്ന പേയ്മെൻറ്റ്സിനുള്ള കിഴിവ് ഏതു വർഷമാണോ കൊടുക്കുന്നത് ആ വരുന്ന സാമ്പത്തിക വർഷത്തെ കണക്കിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് 2 വിഭാഗത്തിൽ പെടുത്തിയിട്ടുണ്ട്. 1. മാനുഫാക്ചറിങ് എൻ്റർപ്രൈസസ് അഥവാ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവ. 2. സർവീസ് സ്ഥാപനങ്ങൾ അതായത് സേവന മേഖലയിൽ പ്രവർത്തിക്കുന്നവ. MSMEയുടെ നിർവചനം ടേൺ ഓവറിൻ്റെയും ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും അടിസ്ഥാനത്തിലാണ് നിശ്ചയിച്ചിരിക്കുന്നത്. 5 കോടി രൂപ വരെ ടേൺ ഓവർ ഉണ്ടായിരിക്കുകയും സ്ഥാപനം മിഷനറി ആൻഡ് പ്ലാന്റിൽ നടത്തിയ നിക്ഷേപം കെട്ടിടവും സ്ഥലവും ഒഴികെ 1 കോടി രൂപ വരെ ഉള്ള സ്ഥാപനങ്ങളെ മൈക്രോ അഥവാ സൂക്ഷ്മ എന്ന വിഭാഗത്തിൽ പെടുത്തിയിരിക്കുന്നത്. ടേൺ ഓവർ 50 കോടിയും മിഷനറികളിലുള്ള നിക്ഷേപം 10 കോടി രൂപ വരെയുമുള്ള സ്ഥാപനങ്ങളാണ് സ്മോൾ അഥവാ ചെറിയ സ്ഥാപനങ്ങൾ വിഭാഗത്തിൽപ്പെടുന്നത്. ടേൺ ഓവർ 250 കോടിയും മിഷനറികളുള്ള നിക്ഷേപം 50 കോടിയും വരെയുള്ള സ്ഥാപനങ്ങളെ മീഡിയം അഥവാ ഇടത്തരം സ്ഥാപനത്തിൻ്റെ വിഭാഗത്തിൽ പെടുന്നതാണ്. ടേൺ ഓവർ കണക്കാക്കുമ്പോൾ എക്സ്പോർട്ട് സെയിൽസ് ഒഴിവാക്കിയതിനു ശേഷമുള്ള തുകയാണ് ടേൺ ഓവറായി പരിഗണിക്കുന്നത്. ഉൽപ്പാദന മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യവസായങ്ങളെയാണ് എൻ്റർപ്രൈസസിൻ്റെ നിർവചനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മിഷനറി ആൻഡ് പ്ലാന്റിൽ നടത്തിയിട്ടുള്ള നിക്ഷേപം കണക്കാക്കുന്നത് തലേ വർഷത്തെ ITRൽ കാണിച്ചിരിക്കുന്ന തുകയെ അടിസ്ഥാനപ്പെടുത്തിയാണ്. MSMEയുടെ ആനുകൂല്യം ലഭിക്കണമെന്നുണ്ടെങ്കിൽ
MSME രജിസ്റ്റേർഡ് ആണെന്ന് വാങ്ങുന്നയാളെ അറിയിച്ചിരിക്കണം. ഗുഡ്സ് ഡെലിവറി ചെയ്തതിന് ശേഷം ഇൻവോയ്സ് നൽകിയിരിക്കുകയും വേണം. അപ്രകാരം നൽകുന്ന ഇൻവോയ്സിൽ ഉദ്യം രജിസ്ട്രേഷൻ നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ MSME രജിസ്റ്റേർഡ് എന്നുള്ള അറിയിപ്പായി പരിഗണിക്കും. MSME രജിസ്ട്രേഷൻ പ്രൂഫായിട്ട് ഉദ്യം രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കോപ്പി നൽകിയാലും മതിയാവും. പുതുതായി ഗവൺമെൻറ് വരുത്തിയ മാറ്റത്തെക്കുറിച്ച് ഭിന്നാഭിപ്രായം ഉയരുന്നുണ്ട്. സാധാരണ ടെക്സ്റ്റൈൽസ്, കെമിക്കൽ സെക്ടർ തുടങ്ങിയവയിൽ 90 മുതൽ 180 ദിവസം വരെയാണ് ക്രെഡിറ്റ് പീരീഡ്. പുതിയ നിയമം പ്രാബല്യത്തിൽ വരുമ്പോൾ ഗുഡ്സ് വാങ്ങുന്നവർ MSMEകളെ ഒഴിവാക്കി ലാർജ് സ്കെയിൽ സപ്ലയേഴ്സിന് ഓർഡർ നൽകുമോ എന്ന സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതുവഴി വാങ്ങുന്നവർക്ക് 6 മാസത്തെ ക്രെഡിറ്റ് പീരീഡ് ലഭിക്കുകയും ചെയ്യും. അങ്ങനെ വന്നാൽ പലരും MSME സ്റ്റാറ്റസിൽ നിന്നും വെളിയിൽ വന്നാൽ മാത്രമേ ബിസിനസ് ലഭിക്കുന്ന അവസ്ഥ വരികയുള്ളൂ. ഗവൺമെൻറ് MSMEകളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ നിയമം നടപ്പിലാക്കിയിരിക്കുന്നത്. മേൽപ്പറഞ്ഞതിന് സൊല്യൂഷനായി പറയുന്നത് ക്രെഡിറ്റ് പീരീഡ് 45 ദിവസം എന്നുള്ളത് 90 ദിവസമായി ദീർഘിപ്പിക്കുക എന്നുള്ളതാണ്. എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ എന്ന് കാത്തിരുന്ന് കാണാം. നിങ്ങളുടെ സംശയങ്ങളും മറ്റും കമൻറ്റ് ബോക്സിൽ ഇടുകയാണെങ്കിൽ മറുപടി ലഭിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.